നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ജിയോ എയർ ഫൈബറിന്റെ വൈഫൈ പാസ്വേഡ് മാറ്റുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ എന്താണോ അത് ഈ എയർ ഫൈബർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യണം. ശരി, ആദ്യം കണക്ട് ചെയ്യണം. എന്നിട്ട് ഒരു വെബ് ബ്രൗസർ ക്രോമോ ഫയർഫോക്സോ തുറന്നിട്ട് അഡ്രസ് ബാറിൽ റൂട്ടറിന്റെ IP അഡ്രസ് ടൈപ്പ് ചെയ്യണം. IP അഡ്രസ്സോ? അതെന്താണ്? അത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള റൂട്ടറിന്റെ ഒരു സ്വന്തം വിലാസം പോലെയാണ്. 192.168.31.1 ആകാനും സാധ്യതയുണ്ട്. ശരി, അപ്പോൾ ഈ അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലോഗിൻ പേജ് വരുമല്ലോ അല്ലേ? അതെ, ഒരു ലോഗിൻ സ്ക്രീൻ വരും. അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഡീഫോൾട്ട് ആയിട്ട് എന്തായിരിക്കും അത്? സാധാരണ യൂസർ നെയിം അഡ്മിൻ എന്നായിരിക്കും, ചെറിയ അക്ഷരത്തില്. ഓക്കെ, അഡ്മിൻ. പാസ്വേഡ് മിക്കവാറും അത് നോക്കണം. ഈ ഡീഫോൾട്ട് പാസ്വേഡ് മാറ്റാതിരിക്കുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ? ആർക്കും അറിയാമല്ലോ ഇത്. വളരെ വലിയ പ്രശ്നമാണ്. അത് ആദ്യം മാറ്റേണ്ട ഒന്നാണ്. എന്തായാലും ലോഗിൻ ചെയ്ത ശേഷം സെറ്റിംഗ്സിനുള്ളിൽ വയർലെസ് അല്ലെങ്കിൽ വൈഫൈ സെറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം കാണും. വയർലെസ് സെറ്റിംഗ്സ്, ശരി. അവിടെയാണ് നമ്മുടെ വൈഫൈ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അവിടെ നിലവിലുള്ള പാസ്വേഡ് മാറ്റി പുതിയത് കൊടുക്കാം. പുതിയ പാസ്വേഡ് വെക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? തീർച്ചയായും ശക്തമായ ഒരു പാസ്വേഡ് ഉണ്ടാക്കണം. വെറുതെ പാസ്വേഡ് എന്നോ 12345678 എന്നോ നിങ്ങളുടെ പേരോ ഫോൺ നമ്പറോ ഒന്നും കൊടുക്കരുത്. അതായത് ഊഹിക്കാൻ പറ്റാത്ത ഒന്ന്. അതെ, വലിയ അക്ഷരം, ചെറിയ അക്ഷരം, അക്കങ്ങൾ, പിന്നെ ഈ ഹാഷ്, ഡോളർ, പെർസെന്റേജ് പോലുള്ള ചിഹ്നങ്ങളൊക്കെ ചേർന്നൊരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറഞ്ഞതൊരു 8-10 അക്ഷരങ്ങളെങ്കിലും വേണം. ഓക്കെ, എന്നിട്ടത് സേവ് ചെയ്യണം. അതെ, പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് അത് ഉറപ്പാക്കി സേവ് അല്ലെങ്കിൽ അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട് അല്ലേ? ഈ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെ കണക്ട് ആയിരുന്ന എല്ലാ ഫോണും ലാപ്ടോപ്പും ഒക്കെ ഡിസ്കണക്ട് ആവും. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പലരും അത് മറന്നു പോകാറുണ്ട്. പാസ്വേഡ് മാറ്റിയ ഉടനെ നിങ്ങളുടെ എല്ലാ ഡിവൈസുകളും ഫോൺ, ടാബ്, ലാപ്ടോപ്പ്, സ്മാർട്ട് TV അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും കണക്ട് ചെയ്യേണ്ടി വരും. ശരിയാണ്. ഈ വെബ് അഡ്മിൻ പേജില് പാസ്വേഡ് മാറ്റുന്നത് കൂടാതെ വേറെന്തൊക്കെ സുരക്ഷാ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ വൈഫൈയുടെ പേര് മാറ്റാം. ആ SSID എന്ന് പറയില്ലേ? നമ്മൾ ഫോണിൽ വൈഫൈ നോക്കുമ്പോൾ കാണുന്ന പേര്. അതെ, ആ ഡീഫോൾട്ട് പേര് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ഇല്ലാത്ത ഒരു പേര് കൊടുക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഡിവൈസുകളാണ് ഇപ്പോൾ കണക്ട് ആയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതെങ്ങനെയാ? അവിടെ കണക്റ്റഡ് ഡിവൈസസ് അല്ലെങ്കിൽ ഡിവൈസ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നോക്കിയാൽ ഓരോ ഡിവൈസിന്റെയും പേര്, അതിന്റെ MAC അഡ്രസ് ഒക്കെ കാണാം. MAC അഡ്രസ്സോ? അതായത് ഓരോ ഡിവൈസിനും അതിന്റേതായ ഒരു സ്ഥിരം തിരിച്ചറിയൽ നമ്പറുണ്ട്, ഒരു വിരലടയാളം പോലെ. അതാണ് MAC അഡ്രസ്. അപ്പോ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അറിയാത്ത ഏതെങ്കിലും ഡിവൈസ് നമ്മുടെ വൈഫൈയിൽ കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും. അങ്ങനെ വല്ല സംശയമുള്ള ഡിവൈസും കണ്ടാൽ അതിനെ അവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഓ, അത് കൊള്ളാമല്ലോ. അതെ, അത് വളരെ നല്ലൊരു സുരക്ഷാ ഫീച്ചറാണ്. ഇനി കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചാൽ MAC അഡ്രസ് ഫിൽട്ടറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്? അതായത് നിങ്ങളുടെ വീട്ടിലെ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ വിശ്വസനീയമായ ഡിവൈസുകളുടെ MAC അഡ്രസ്സുകൾ മാത്രം റൂട്ടറിൽ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലിസ്റ്റിലുള്ള ഡിവൈസുകൾക്ക് മാത്രം കണക്ട് ചെയ്യാൻ അനുമതി കൊടുക്കുക. അപ്പം പാസ്വേഡ് കിട്ടിയാൽ പോലും വേറെ ആർക്കും കയറാൻ പറ്റില്ല? പറ്റില്ല. ആ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഡിവൈസിനും കണക്ട് ചെയ്യാൻ കഴിയില്ല. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ശ്രദ്ധ വേണം, പക്ഷെ സുരക്ഷ വളരെ കൂടും. നമ്മള് വൈഫൈ പാസ്വേഡ് മാറ്റുന്ന കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഈ വെബ് അഡ്മിൻ പേജിൽ കയറാനുള്ള ആ അഡ്മിൻ പാസ്വേഡും മാറ്റേണ്ടതല്ലേ? അതെ, തീർച്ചയായും മാറ്റണം. അത് മാറ്റാതിരിക്കുന്നത് വീടിന്റെ പ്രധാന വാതിൽ തുറന്നിടുന്നത് പോലെയാണ്. ആർക്കും വന്ന് നിങ്ങളുടെ റൗട്ടറിന്റെ എല്ലാ സെറ്റിംഗ്സും മാറ്റാൻ പറ്റും. ശരിയാണ്, അതും പ്രധാനമാണ്. അതെ, അത് നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ ഒരു പുതിയ പാസ്വേഡാക്കി മാറ്റണം. അപ്പോ നിങ്ങളുടെ ജിയോ എയർ ഫൈബർ പാസ്വേഡ് മാറ്റാനും നെറ്റ്വർക്ക് കുറച്ചുകൂടെ സുരക്ഷിതമാക്കാനുമുള്ള പ്രധാന വഴികളൊക്കെ നമ്മൾ സംസാരിച്ചു. മൈ ജിയോ ഹോം ആപ്പുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാം. കുറച്ചുകൂടെ നിയന്ത്രണവും ഓപ്ഷനുകളും വേണമെങ്കിൽ വെബ് അഡ്മിൻ പേജും നോക്കാം. ഓർക്കുക, ഈ ശക്തമായ പാസ്വേഡ് എന്നൊക്കെ പറയുന്നത്